വൈകുന്നേരം ഞാൻ 2 ദിവസം എനിക്ക് ഷൂട്ടില്ലായതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യും. അപ്പോൾ റൂമിൽ പോയി അവിടെ പറഞ്ഞു റൂം വെക്കേറ്റ് ചെയ്ത് ഞാൻ മുകളിൽ പോയി ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് കാണാത്തതുകൊണ്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു. അദ്ദേഹം വളരെ ആക്റ്റീവായി ഉണ്ടായിരുന്നു ഈ അവസാന നിമിഷം വരെ. വളരെ ആക്റ്റീവായിട്ട് പറഞ്ഞാൽ വളരെ സജീവമായിട്ട് രാവിലെ മുതൽ നമ്മളോട് ഉണ്ടായിരുന്നു. ഏറ്റവും സൗമ്യമായ ഒരു ഇല്ല അവസാനം പോകുന്ന സമയത്ത് പോകുന്ന പറഞ്ഞ് വളരെ കൂളായിട്ട് പോയതാണ്, നടന്നു പോയതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ പിന്നീടാണ് പെട്ടെന്ന് നമ്മൾ 9:30 വരെ ഷൂട്ടുണ്ടായിരുന്നു. പിന്നീട് അപ്പോഴാണ് അറിഞ്ഞത്. അസുഖം മനസ്സിലാക്കിയില്ലല്ലോ, പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. 2 ദിവസം ഇടവേള എടുത്ത് പോയതായിരുന്നല്ലേ? അതെ, തിരിച്ചു പോയി വീണ്ടും ഷൂട്ടുണ്ട് അദ്ദേഹത്തിന്. എപ്പോഴായിരുന്നു? കഴിഞ്ഞ മാസം 25-നല്ലേ? 25-ന് ജോയിൻ ചെയ്തു. നാളെയും മറ്റന്നാൾ അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ വീട്ടിൽ പോയി തിരിച്ചു വരാമെന്ന് പറഞ്ഞു. സജീവമായി തന്നെ അതെ, ഹോട്ടൽ ജീവനക്കാർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ക്ഷീണമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ പോയി നമ്മളെ ശശിവരൊക്കെ മിമിക്രി സിനിമയിൽ 40-40 സിനിമകളിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആക്റ്റീവായിട്ട് വരുന്ന സമയമാണ്. ഇന്നലെയൊക്കെ സംസാരിച്ചിരുന്നു, എല്ലാ കാര്യവും സംസാരിച്ചിരുന്നു. സിനിമയിലെ മൊത്തം കാര്യങ്ങളും വീട്ടിലെ കുടുംബകാര്യങ്ങളെല്ലാം ഇന്നലെ ഇരുന്ന് നമ്മളെല്ലാവരും കൂടി നമ്മളെ അസീസ്ക്കൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തതാണ്. കുടുംബാംഗങ്ങൾ വന്നിട്ടുണ്ട്. ഇവർ വിളിച്ചു പറഞ്ഞ ഹോട്ടലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. ആര്യ, വലിയ വേദനയാണ് എന്തായാലും ടാറ്റ ആശുപത്രിയിൽ തളം കെട്ടി നിൽക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പ്രതികരിച്ചത് അഭിനേതാവായിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ മാഷാണ്. അദ്ദേഹം ഈ നവാസ് അവസാനം അഭിനയിച്ചിരുന്ന ചിത്രത്തിന്റെ സെറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അവസാന നിമിഷം വരെ വളരെ ആക്റ്റീവായിരുന്ന, ഒരു തരത്തിലുള്ള ക്ഷീണമോ മറ്റു പ്രശ്നങ്ങളോ പ്രകടിപ്പിക്കാതിരുന്ന നവാസിന് ഈ ഇത്തരത്തിലൊരു വിയോഗമുണ്ടായത് വലിയ വേദന. അതിന്റെ വേദന തന്നെയാണ് തീർച്ചയായും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച കുഞ്ഞികൃഷ്ണൻ മാഷ് ഉൾപ്പെടെ നേരത്തെ നമ്മളോട് സംസാരിച്ച ചലച്ചിത്രകാരന്മാരും മിമിക്രി അഭിനേതാക്കളും എല്ലാവരും തന്നെ പറയുന്നത്. കാരണം നമുക്കറിയാം 51 വയസ്സ് പ്രായമുണ്ട് നവാസിന്. പക്ഷേ നവാസിനെ നമ്മൾ ഒരിക്കലും ആ പ്രായത്തിലുള്ളൊരു മുഖത്തിൽ കണ്ടിട്ടില്ല. കാരണം എപ്പോഴും ചിരിക്കുന്ന, വളരെ സൗമ്യനായ, വളരെ ആക്റ്റീവായ ഒരു ചെറുപ്പം തുളുമ്പുന്ന ഒരു വ്യക്തി. ആ നിലയിൽ തന്നെ മാത്രമേ നമുക്ക് നവാസിനെ ഓർമ്മയുണ്ടാകൂ. ചിരിക്കുന്നൊരു മുഖം മാത്രമേ നമുക്ക് എപ്പോഴും നവാസിനെ ഓർത്തെടുക്കുമ്പോൾ ഓർമ്മയുണ്ടാകൂ. പക്ഷേ ജീവിതത്തിന്റെ ഏറ്റവും ദുരിതം അനുഭവിച്ച അനുഭവങ്ങൾ അദ്ദേഹം പല പരിപാടികളിലും ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ പറഞ്ഞു. ഓരോരുത്തരും നവാസിനെ ഓർത്തെടുക്കുന്നത്.